എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ലിവറിൻ്റെ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ അളവിൽ ലിവർ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ലിവറും ഗിസാഡും ഒരു കോഴിയുടെ ഒരു കഴുത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് കൂടി ഇടുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഉലുവ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഉലുവ ഇട്ടാൽ ഒന്നുകൂടി ഒരു മണവും ഗുണമൊക്കെ ഉണ്ടാവും ലിവറിന്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 സവോള, മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിലരിഞ്ഞതും, ഒരു 6 പച്ചമുളക് 2ആയി കീറിയതും, പിന്നെ ഒരു 10 വെള്ളുള്ളി അല്ലി 2ആയി കഷ്ണിച്ചതും, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ലിവർ വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളുള്ളി ഇഞ്ചിയൊക്കെ ധാരാളം ഇടണം. ഇതിൽ നമ്മൾ അധികം പച്ചമുളകും കുരുമുളകൊക്കെയാണ് ചേർക്കുന്നത്. ഇതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുവിധം ഒന്ന് വഴന്നത് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും വന്നാൽ മതി. അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 സ്പൂണ് ചിക്കൻ മസാലയാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാൻ. ഒന്ന് പച്ചമണം മാറുന്ന പോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആ ലിവർ കഴുകി വെച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലിവറൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കോഴിയുടെ കഴുത്തൊക്കെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ലിവറിന് നമുക്കൊരു മട്ടിപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലിവർ മാത്രമാകുമ്പോൾ നമ്മൾക്കൊരു മട്ടിപ്പായിരിക്കും. അപ്പോൾ ചിക്കൻ്റെ ലിവർ എല്ലാവർക്കും അറിയാമല്ലോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളമൊന്നും വേണ്ട, ഇത് പെട്ടെന്ന് വേകുന്ന ഒരു സാധനമല്ലേ. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനതൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ലിവറൊക്കെ ഒന്ന് നല്ലതുപോലെ ഒരു വിധം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 സ്പൂണ് റെഡ് ചില്ലി ക്രഷ് ചെയ്ത ചുവന്ന മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറിനും ഒരു ഭംഗിക്ക് രുചിയെല്ലാം ഉണ്ടാകും. ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മുളക് പൊടി അല്പം ചേർത്ത് കൊടുത്താൽ മതി. എന്നതിന് ശേഷം ഇത് ഒന്നുകൂടി അടച്ച് ഒരു 5 മിനിറ്റ് കൂടി ഞാൻ വേവിക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ലിവറെല്ലാം നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ അത് അല്പം തെളിഞ്ഞ് വരുന്നുണ്ട്. വീഡിയോയിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത്. പൊറോട്ടയ്ക്കായാലും ചപ്പാത്തിക്കായാലും ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ അതിലേക്ക് ഒരു അല്പം കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലിവറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് അവിടെ വെന്ത് വന്നിട്ടുണ്ട്. അല്ലേ, നല്ല ഉപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മളൊന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം നമ്മൾക്ക് കുറച്ച് സമയം വെച്ചതിന് ശേഷം നോക്കുമ്പോൾ കണ്ടില്ല എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.